ഹലോ സുഹൃത്ത്, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 24, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷൻ നമുക്കറിയാം കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം. എന്നും കറണ്ട് അഫേഴ്സിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അത് പരീക്ഷകളിലും എവിടെയും നമ്മളെ സഹായിക്കുകയുള്ളൂ. ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, മദൻ മോക്ഷം വിൻസ് ബെസ്റ്റ് പ്ലേ അവാർഡ്. മദൻ മോക്ഷത്തിന് മികച്ച നാടകത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 15ാമത് അന്താരാഷ്ട്ര നാടകമേളയിൽ ഏറ്റവും മികച്ച നാടകത്തിനുള്ള അവാർഡ് നേടിയ നാടകം ഏതാണ്? മദൻ മോക്ഷം. ഇന്നും നാടകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 15ാമത്തെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഈയടുത്ത് കഴിഞ്ഞു. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയാണ് 15ാമത്തെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇതിലാണ് ദ ബെസ്റ്റ് സ്റ്റേറ്റ് അമച്വർ തിയേറ്റർ ഫെസ്റ്റിവലിൽ മദൻ മോക്ഷത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മറുതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒരു നാടകമാണ് മദൻ മോക്ഷം. ഇന്നും നാടകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നാടകത്തിൻ്റെ ആ ഒരു പ്രാധാന്യം. അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒന്നാണ് സ്റ്റേറ്റ് അമച്വർ തിയേറ്റർ ഫെസ്റ്റിവൽ. ഇതിലാണ് മദൻ മോക്ഷം എന്ന നാടകത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 15ാമത് അന്താരാഷ്ട്ര നാടകമേളയിൽ ഏറ്റവും മികച്ച 2ാമത്തെ നാടകം നേടിയ നാടകം ഏതാണ്? പൊറാട്ടു. പൊറാട്ടു എന്ന നാടകത്തിലാണ് 2ാമത്തെ ദ ബെസ്റ്റ് ഡ്രാമയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 2025 15ാമത് അന്താരാഷ്ട്ര നാടകമേള സംഘടിപ്പിച്ചത് ആരാണ്? കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമിയാണ് 15ാമത്തെ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. റഷ്യ, ഹംഗറി, ഈജിപ്റ്റ്, ഇറാഖ്, ശ്രീലങ്ക, ഇന്ത്യയിൽ നിന്നുള്ള 15ഓളം നാടകങ്ങളാണ് ഈ ഒരു തിയേറ്റർ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അദ്ദേഹം കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു വാദ്യ കലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. തായമ്പകയിലാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രശസ്തനായിട്ടുള്ള വ്യക്തി മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഇദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ, അതായത് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഫോർമർ RBI ഗവർണർ ശക്തികാന്ത ദാസ് അപ്പോയിന്റഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി 2. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി 2 ആയി നിയമിതനായി. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. ഈ അടുത്താണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയൊരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി 2 എന്ന സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ മുൻ RBI ഗവർണറുടെ പേര് ശക്തികാന്ത ദാസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 2 എന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസിനെ നിയമിച്ചിട്ടുള്ളത്. 2018 ഡിസംബർ മുതൽ 2024 ഡിസംബർ വരെ 25ാമത് RBI ഗവർണർ ആരായിരുന്നു? ശക്തികാന്ത ദാസ്. 2018 ഡിസംബർ മുതൽ 2024 ഡിസംബർ വരെ 6 വർഷം RBIയുടെ ഗവർണർ ആയിരുന്നു ശക്തികാന്ത ദാസ്. അദ്ദേഹം 25ാമത്തെ RBI ഗവർണർ ആയിരുന്നു. അതേപോലെ തന്നെ 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു രാജീവ് കുമാർ. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഗ്യാനേഷ് കുമാർ ആണ് 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പോഴത്തെ RBI ഗവർണറും ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 26ാമത്തേതാണ്. പ്രധാനമന്ത്രിയുടെ 2ാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ശക്തികാന്ത ദാസിനെ നിയമിച്ച അധികാരി ആരാണ്? നിയമന സമിതി, അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ പോസ്റ്റുകളുടെയും ആ ഒരു നിയമനം നടത്തുന്ന കമ്മിറ്റി. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് എന്നിവരെല്ലാം. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം, അതായത് ശക്തികാന്ത ദാസിനെ പ്രിൻസിപ്പൽ സെക്രട്ടറി 2 എന്ന പദവി നൽകിയിട്ടുള്ളത്. നിലവിലെ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ RBI ഗവർണർ. 26ാമത്തെ RBI ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര. 25ാമത്തേതായിരുന്നു ശക്തികാന്ത ദാസ്. അദ്ദേഹം 2018 ഡിസംബർ മുതൽ 2024 ഡിസംബർ വരെയായിരുന്നു 25ാമത്തെ ഗവർണർ ആയിട്ട് സേവനം നൽകിയിട്ടുള്ള വ്യക്തി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, India receives top global award for enhancing road safety standard.
റോഡ് സുരക്ഷാ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യക്ക് ആഗോളതലത്തിൽ മികച്ച അവാർഡ് ലഭിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഇന്ത്യ നേടിയ അന്താരാഷ്ട്ര അവാർഡ് ഏതാണ്? പ്രിൻസ് മൈക്കിൾ റോഡ് സേഫ്റ്റി അവാർഡ്. പ്രിൻസ് മൈക്കിൾ റോഡ് സേഫ്റ്റി അവാർഡ് എന്ന അവാർഡ് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ലഭിച്ചിട്ടുള്ള അവാർഡ് ആണ്. ഒരു ഇന്റർനാഷണൽ അവാർഡ് ആണിത്, പ്രിൻസ് മൈക്കിൾ റോഡ് സേഫ്റ്റി അവാർഡ്. പ്രിൻസ് മൈക്കിൾ റോഡ് സുരക്ഷാ അവാർഡ് ആരാണ് നൽകുന്നത്? കെന്റിലെ HRH പ്രിൻസ് മൈക്കിൾ ആണ്. UK കെന്റ് എന്ന സ്ഥലത്തുള്ള HRH പ്രിൻസ് മൈക്കിൾ എന്ന സ്ഥാപനമാണ് പ്രിൻസ് മൈക്കിൾ റോഡ് സേഫ്റ്റി അവാർഡ് ഇപ്പോൾ ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. മൊറോക്കോ എന്ന രാജ്യം ഒപ്പം തന്നെ ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ, മൊറോക്കോ എന്നീ 2 രാജ്യങ്ങൾക്കാണ് റോഡ് സേഫ്റ്റി ആയി ബന്ധപ്പെട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ളത്, പ്രിൻസ് മൈക്കിൾ റോഡ് സേഫ്റ്റി അവാർഡ്. ഏത് വിഭാഗത്തിലാണ് ഇന്ത്യ പ്രിൻസ് മൈക്കിൾ റോഡ് സേഫ്റ്റി അവാർഡ് നേടിയത്? പുതിയ കാർ സുരക്ഷാ വിലയിരുത്തൽ പരിപാടിയുടെ ആമുഖം, അതായത് പുതിയ കാറിൻ്റെ സേഫ്റ്റി അസസ്മെൻറ്റ് പ്രോഗ്രാം, അതുമായി ബന്ധപ്പെട്ടും കൂടാതെ പുതിയ 2 വീലേഴ്സിലെ ABS സിസ്റ്റം ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു വേണ്ടിയാണ്, അതായത് ആൻറ്റി ബ്രേക്ക് സിസ്റ്റം അതും നടപ്പിലാക്കിയ ആ ഒരു 2 കാരണങ്ങൾക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. വിരാട് കോഹ്ലി സർപാസസ് അസറുദ്ദീൻ റെക്കോർഡ്. വിരാട് കോഹ്ലി അസറുദ്ദീൻ്റെ റെക്കോർഡ് മറികടന്നു. അപ്പോൾ സർപാസസ് എന്ന് പറഞ്ഞാൽ മറികടക്കുക. വിരാട് കോഹ്ലി അസറുദ്ദീൻ്റെ റെക്കോർഡ് മറികടന്നു. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയ അസറുദ്ദീൻ്റെ റെക്കോർഡ് ആരാണ് മറികടന്നത്? വിരാട് കോഹ്ലി. ഇന്നലത്തെ ഒരു വാർത്തയാണ്, അതായത് വിരാട് കോഹ്ലി അസറുദ്ദീൻ്റെ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടിയിട്ടുള്ള, അത് വൺ ഡേ ഇന്റർനാഷണലിലെ ഏറ്റവും കൂടുതൽ ക്യാച്ച് നേടിയിട്ടുള്ള വ്യക്തി എന്ന റെക്കോർഡാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് വിരാട് കോഹ്ലി. അസറുദ്ദീൻ്റെ റെക്കോർഡാണ് മറികടന്നിട്ടുള്ളത്. ഏകദിനത്തിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ക്യാച്ചുകൾ നേടിയതിൻ്റെ പുതിയ റെക്കോർഡ് എന്താണ്? വിരാട് കോഹ്ലി എടുത്ത 158 ക്യാച്ചുകൾ. അപ്പം 158 ക്യാച്ച് ആണ് വിരാട് കോഹ്ലിയുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ്. 50 ഓവർ ഫോർമാറ്റിൽ 218 ക്യാച്ചുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? ശ്രീലങ്കയിൽ നിന്നുള്ള മഹേല ജയവർദ്ധന. ശ്രീലങ്കൻ താരമായിട്ടുള്ള മഹേല ജയവർദ്ധനയാണ് 218 ക്യാച്ച് നേടിയിട്ടുള്ളത്. വിരാട് കോഹ്ലി 158. 50 ഓവർ ഫോർമാറ്റിൽ 160 ക്യാച്ചുകൾ നേടിയതിൻ്റെ രണ്ടാമത്തെ റെക്കോർഡ് ആർക്കാണ്? റിക്കി പോണ്ടിങ്. ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റിക്കി പോണ്ടിങ് ആണ് ദ സെക്കൻഡ് പേഴ്സൺ. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീലങ്കയിലെ മഹേല ജയവർദ്ധന. 218 ക്യാച്ച് ആണ്. രണ്ടാമത്തെ വ്യക്തിയാണിപ്പോൾ റിക്കി പോണ്ടിങ്, 160 ക്യാച്ച്. മൂന്നാമത്തെ വ്യക്തി വിരാട് കോഹ്ലി 158. കേവലം 2 ക്യാച്ച്, ആ ഒരു വ്യത്യാസം മാത്രമേ ഇപ്പോൾ റിക്കി പോണ്ടിങ് വിരാട് കോഹ്ലിയും തമ്മിലുള്ളൂ. അതായത് റിക്കി പോണ്ടിങ് ഇപ്പോൾ കളിക്കുന്നില്ല, വിരാട് കോഹ്ലി ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള പ്ലെയറാണ്. അതായത് ഇനി വിരാട് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഉടനെ തന്നെ. അങ്ങനെ വരുമ്പോൾ വിരാട് കോഹ്ലി ആയിരിക്കുള്ളൂ ദ സെക്കൻഡ് മോസ്റ്റ് ക്യാച്ചസ് ഇൻ ദി 50 ഓവർ ഫോർമാറ്റ് എന്ന ലെവലിലുള്ള ആ ഒരു റെക്കോർഡ് ഉണ്ടാക്കുക. ഏകദിനത്തിൽ 14,000 റൺസ് തികച്ച ഏറ്റവും വേഗതയേറിയ ബാറ്റ്സ്മാൻ ആരാണ്? വിരാട് കോഹ്ലി. വൺ ഡേ ഇന്റർനാഷണലി ദ ഫാസ്റ്റസ്റ്റ് ആയിട്ട് 14,000 റൺസ് നേടിയിട്ടുള്ള വ്യക്തി എന്ന ലെവലിൽ റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ വിരാട് കോഹ്ലിയാണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ആ റെക്കോർഡ് ആണ് ഇപ്പോൾ തകർത്തിട്ടുള്ളത്. 350 ഇന്നിങ്സിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 14,000 റൺസ് നേടിയിട്ടുള്ളത്. എന്നാൽ വിരാട് കോഹ്ലി 287 ഇന്നിങ്സിലാണ് ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് 14,000 റൺസ് നേടിയിട്ടുള്ളത്. ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കാൻ വിരാട് കോഹ്ലി ഏത് ടീമിനെതിരെ കളിച്ചത്? പാകിസ്ഥാൻ ചലഞ്ചേഴ്സ് ട്രോഫി. ഇന്നിപ്പോൾ ചലഞ്ചേഴ്സ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ മാച്ച്. ഇതിൽ ഇന്ത്യ വിജയിക്കുകയും ഈ ഒരു മത്സരത്തിലാണ് ഇപ്പോൾ 14,000 റൺസ് വൺ ഡേ ഇന്റർനാഷണലിൽ വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത്. അതായത് ഇത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നേടിയിട്ടുള്ള ഒരു റെക്കോർഡ് ആണ് വിരാട് കോഹ്ലിക്കുള്ളത്. ചലഞ്ചേഴ്സ് ട്രോഫി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലാണ് ഇപ്പോൾ വിരാട് കോഹ്ലി ഈ ഒരു നേട്ടം നേടിയിട്ടുള്ളതും. കൂടാതെ പാകിസ്ഥാനെതിരെ 850 റൺസ് നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് വിരാട് കോഹ്ലി. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.